നമ്മളെ ഫാമിലെ മുളകളൊക്കെ വെട്ടുന്നതിന് വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടം പോലെ ആളുകൾ നമ്മൾ മുള ചോദിച്ച് നമ്മുടെ ഫാമിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മുള വെട്ടിയതാ, ഇങ്ങനെയായിരുന്നു മുളകളൊക്കെ വെട്ടി ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ന് കുറച്ച് ആളുകൾ മുള എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവരെ അളവിലുള്ള മുളകളിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ല, അവർക്ക് നമ്മൾ വെട്ടിയിട്ടത് 18 മുതൽ 20 അടി വരെയുള്ള മുളകളുണ്ട് കേട്ടോ. അപ്പം ഇന്ന് വന്നത് കൺസ്ട്രക്ഷൻ വർക്കിനുള്ള മുളകളാണ്. അപ്പം അവർക്ക് അളവിന് നോക്കി അവർ എടുക്കുകയാണ്. അപ്പൊ അതൊന്നും നിങ്ങളെ കാണിക്കാൻ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കണ്ടില്ല, മുളകൾ അവർക്ക് നല്ല ലെവലുള്ള മുളകൾ വേണമെന്ന് പറഞ്ഞാൽ അതായത് വലിച്ചിട്ട് നല്ല ലെവലുള്ള മാത്രം നോക്കിയിട്ടാണ് അവർ എടുക്കുന്നത്. ഇന്നാണെങ്കിൽ നല്ല മഴയാണ്. അപ്പൊ ഒരു മുളകളൊക്കെ വണ്ടി കയറ്റുന്ന സൗകര്യത്തിനായിട്ട് ഇങ്ങോട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കണ്ടില്ല, ഈ മുളകളൊക്കെ കണ്ടില്ല, അവര് മുറിച്ചതാണ്. നമ്മളെ അളവ് കൂടുതലാണ്, നമ്മൾ 20 അടിക്ക് കൂടുതലൊക്കെ ഉള്ള മുളകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അവരത് കറക്റ്റ് 20 അടിക്ക് വേണ്ടി ഇവരെ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല മൂപ്പായ മുളകൾ മാത്രമാണ് അവർ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഗുഡ്സിലായതുകൊണ്ട് തന്നെ ഓവർ ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ന് അവർക്ക് 30 പീസ് മുള വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കയറ്റിയിട്ട് അങ്ങനെ പകുതി ആയിട്ട് അങ്ങനെ കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ ഓവർ ലോഡായി പോകും. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു പീസിന് 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അവർക്കും ഏകദേശം വില കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നമ്മൾ വെട്ടിയെടുത്ത് റെഡിയാക്കി വെച്ച മുള അവർക്ക് കൊണ്ടുപോകാനുള്ളൂ. അപ്പം നല്ല അത്യാവശ്യം 20 അടിയുടെ ഒരു പീസാണിത്. ഇതിന് 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ മുളയുടെ നീട്ടം കൊണ്ട് തന്നെ വണ്ടി ബാക്ക് സൈഡിലോട്ട് വരുന്നുണ്ട്. അപ്പം മാക്സിമം ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് വേണത് നല്ല രീതിയിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ വണ്ടി പൊന്തി പോകും. പിന്നെ ഇന്ന് മുളയ്ക്ക് വന്നിട്ടുള്ള ബായിമാരാട്ടോ. അപ്പൊ അവർ വന്ന് മുളയുടെ അളവും റേറ്റ് ഒക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഹിന്ദി പറയേണ്ടത്. ഇന്നലെ വന്ന് അവർ വന്നിരുന്ന ഫാമില്. അപ്പൊ ചോദിച്ചത് എങ്ങനെയാണ് മുളയ്ക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമായി. നമ്മൾക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ അവർ വെട്ടിയെടുക്കാതെ ഇത്ര നല്ല പീസ് നമ്മൾ എത്തിക്കുന്നതുകൊണ്ട് അവർക്കും ഈ വില കുഴപ്പമൊന്നുമില്ല. വേണ്ടില്ല, ബായിമാരാണ് ഇത് കയറ്റുന്നതൊക്കെ. കട്ട് ചെയ്യണം ബൈ. പീസ് നീളം കൂടുതൽ. നിങ്ങൾക്ക് എത്ര അടിയാ? 20 അടിയോ? ഇത് കൂടുതലുണ്ട്. 20 വേണ്ടത്, പിന്നെ വേണല്ലേ? ഓക്കെ. അപ്പൊ അവർ ഇതെന്താ വെച്ചാൽ കൺസ്ട്രക്ഷൻ വർക്ക് ആയതുകൊണ്ട് ഇവർക്ക് ഓരോ അളവിന് തേപ്പിനും കാര്യത്തിനൊക്കെ നിൽക്കാനുള്ള അഴികെട്ടാനൊക്കെ ഉള്ളതാണ്. അപ്പം അതിനനുസരിച്ചുള്ളതാണ് ഇവർ എടുക്കുന്നത്. ഒരു ഹിന്ദി പറയുന്നത് ലോഡ് ഇത്ര ഇതിൽ കൂടുതൽ കയറ്റാൻ പറ്റുമോ, ഇതിൽ പോവോന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. എന്താ വെച്ചാൽ എനിക്ക് സ്ഥിതി ഇത് പോവോ? ഓക്കെ, അവർ കട്ട് ചെയ്യുന്നുണ്ടല്ലോ അവിടെ. ഇത് ചിലത് പേർക്ക് 10 അടിയുടെ പീസൊക്കെ വിടുന്നതിന് ആക്കുകയാണ്. അപ്പൊ അവർക്ക് എളുപ്പമാണല്ലോ, അവിടുന്ന് കട്ട് ചെയ്യണ്ടല്ലോ. 10ന്റെ 20ന്റെ പീസ് വേണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ മൊത്തം 20ഉം 20ന്റെ മുകളിലോട്ടുള്ള പീസ് ഉണ്ട്. 18 അടി ഉണ്ട്. അപ്പം ഒരു 20 ലെവലിൽ തന്നെ അധികം എടുത്തിട്ടുള്ളത്. നല്ല മൂപ്പായ മുളായതുകൊണ്ട് തന്നെ ബായിക്ക് വെട്ടാൻ കുറച്ച് പണിയിട്ടോ, കത്തി അങ്ങോട്ട് ഏൽക്കൂല. ബായി പറഞ്ഞ് നമ്മള് ഇത് ചാനലിൽ ഇടുന്ന പറയുമ്പോഴേ മേക്കപ്പ് ഒക്കെ ചെയ്ത് വരാന്നാ പറയുന്നത്. വീഡിയോയിലൊക്കെ വരുന്നല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില്. അപ്പൊ മുളയൊക്കെ ആവശ്യമുണ്ട്. ഇനി കുറച്ചുകൂടെ മുളയൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. വീഡിയോ കണ്ട് കുറെ ആളുകൾ വന്നു. ഇനിയും കുറച്ചുകൂടെ മുളയൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ആവശ്യമുള്ളവർ നമ്മുടെ ഫാമിൽ വന്നാൽ ഇതുപോലെ നല്ല അടിപൊളി മുള നിങ്ങൾക്കും കൊണ്ടുപോകാം.